ലൂണാർസ് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസിലാൻഡിൽ നിന്നും അമ്മയെ കാണാൻ മകൻ നാട്ടിലേക്കെത്തി. മേക്കപ്പ് റെഡിയാണോ? പക്ഷേ അമ്മയ്ക്ക് മുന്നിലേക്ക് വന്നയാൾ ഏതാനും മിനിറ്റുകൾക്കകത്ത് രവി അങ്ങോട്ട് എത്തും. കാണുമ്പോൾ കരയാതിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം 3 വർഷമായില്ലേ കണ്ടിട്ട്. സ്വന്തം അമ്മയ്ക്ക് ഒരു മകനും ഇന്നേ വരെ കൊടുക്കാത്ത ഒരു സർപ്രൈസ്. പസിക്കതമ്മ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ ന്യൂസിലൻഡിൽ നിന്ന് രവിശങ്കർ എന്നൊരാൾ വരുന്നുണ്ട്. രവിശങ്കറിനെ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇതാണ് രവിശങ്കർ. അപ്പോൾ രവി നമുക്ക് പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. രവി എത്ര നാളായി പോയിട്ട്? 3 വർഷമാകുന്നു. 3 വർഷം 2012 പോയതാണ്. ഫസ്റ്റ് പോയതാണ്. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് അമ്മയെ കാണാനായിട്ട്. അമ്മയുടെ പിറന്നാളാണ് നാളെ. സോ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ കുറച്ച് നാളിന് മുമ്പേ ആഗ്രഹിച്ചതാണ്. അങ്ങനെയാണ് സാബു ചേട്ടനെ ഞാൻ വിളിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിയത്. ജോലിക്കായിട്ട് പോയതാണോ അതോ പഠിക്കാനായിട്ട് പോയതാണ്? ഞാൻ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ പോയതാണ്. എന്തിൽ? ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ ഒന്നും കമ്പ്യൂട്ടർ സയൻസ് ഇല്ലേ? കുറച്ച് ജീവിതങ്ങളൊക്കെ പഠിക്കണമെന്ന് തോന്നി, കുറച്ച് വലിയൊരു ലോകത്തിലേക്ക് മാറണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക്. ന്യൂസിലൻഡ് എവിടെ ആയിട്ട് വരും? ഭൂമിയുടെ ഏതോ ഒരു അറ്റത്താണ് ഞങ്ങള്. അപ്പോൾ നമ്മളെ ഈ ദുബായിയുടെ ഒക്കെ അപ്പുറത്താണോ അതോ നമ്മൾ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണം? ഞങ്ങൾ ഓസ്ട്രേലിയക്ക് അടുത്തായിട്ട് വരും. ഓസ്ട്രേലിയ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിന് അടുത്തായിട്ട് വരും എന്ന് വേണമെങ്കിൽ പറയാം. രവി വന്ന വിമാനമാണെന്ന് തോന്നുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ അമ്മയെ കാണുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ? അമ്മയെ കാണുമ്പോൾ കരയാതിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം 3 വർഷമായില്ലേ കണ്ടിട്ട്. സോ കരയാതിരുന്നാൽ മതി എന്നുള്ള ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ രവിയെ കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്ത് ഒരു പിച്ചക്കാരനാക്കിയിട്ട് പിന്നെ രൂപം മാറ്റി രവിയുടെ വീട്ടിലോട്ട് വിടും. അപ്പോൾ അമ്മ വന്ന് രവി ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രവി അവിടെ സ്റ്റേ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് നേരെ വീട്ടിലേക്ക് പോകും. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വരുമ്പോൾ ഇങ്ങനെ വീട്ടിൽ പോകാതെ ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറെ വിഷമങ്ങളൊക്കെ സഹിക്കേണ്ടി വരും അല്ലേ? പിന്നെ ഇത് ആക്ച്വലി രവി വന്നിട്ടുള്ള കാര്യം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അതിൽ വേറെ കുറച്ച് പങ്കാളികളുണ്ട് ഇതിൽ. അത് രവിയുടെ ചിറ്റപ്പനാണ്. ഇതാണ് രവിയുടെ ചിറ്റപ്പൻ. എന്താ പേര്? എൻ്റെ പേര് രാജശേഖരനാണ്. എന്ത് ചെയ്യുന്നു? ഇപ്പം കൃഷിയൊക്കെ ആയിട്ട് പൊതുപ്രവർത്തനം. പകുതി വഴിക്ക് വെച്ച് വിളിച്ചറിയിച്ചാൽ ദേഷ്യമൊന്നും വന്നില്ലേ? അങ്ങനെ കാരണം ദേഷ്യം തോന്നില്ല. കാരണം ഇവന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ, കാരണം ഇവൻ വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ പിന്നെ വളരെ അടുപ്പവും പിന്നെ വളരെ ഫെമിലിയർ ആയിരുന്നു. പിന്നെ ഇവന്റെ സ്വഭാവ രീതി അനുസരിച്ച് അവനെ ഇങ്ങനെ നമുക്ക് അത്ര തള്ളിക്കളയാൻ പറ്റുന്നില്ലല്ലോ. സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ നമ്മൾ പോയി സ്റ്റേ ചെയ്യാൻ പോകുന്നത് കായംകുളത്താണ്. കാരണം കായംകുളത്തിനടുത്ത് ശൂരനാടാണ് രവിയുടെ സ്ഥലം. അപ്പോൾ ഇന്ന് കായംകുളത്ത് സ്റ്റേ ചെയ്യുന്നു, ബാക്കി നാളെ രാവിലെ. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ രവിയെ മേക്ക് ഓവർ ചെയ്തൊരു പിച്ചക്കാരനാക്കി മാറ്റുന്നത്. രവിയുടെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ രവിയെ മേക്ക് ഓവർ ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. തുടങ്ങാം. മേക്കപ്പ് റെഡിയാണോ? റെഡി? അപ്പോൾ തുടങ്ങാം. അപ്പോൾ വിവിധ തരത്തിലുള്ള വിഗ്ഗുകൾ ഇവിടെ റെഡിയാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മുടെ രവിക്ക് ചേരും. ഇത്ര മതിയോ? ഇനി ഇവിടെ ഒരു ഉണ്ണിയും കൂടെ വെച്ച് കൊടുത്താൽ പോരെ? നസീർ ചെയ്യുന്ന പോലെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ.
അപ്പോഴേ കൈയും കാലും ഒക്കെ ഉറച്ചു തുടങ്ങി. ഈ ദുഷ്ടൻ വീട്ടിൽ പോയി അമ്മയെ കാണാതെ ആലോചിച്ച് നോക്കി ചതി. വെറുതെ ഈ മേക്കപ്പ് സാധനം ഒന്നും കളയണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കരിവാരി തേച്ചിട്ട് ഈ ചെയറിലിട്ട് ഉരുട്ടിയാൽ മതി, അത് പോരായിരുന്നു. ഇപ്പം ചെറുതായിട്ട് മഴയുണ്ടല്ലോ, ഈ ചെളിയിലൊരു 4 ഉരുട്ടും കരിയുമാരി എന്തായാലും ഒന്ന് ഉരുട്ടണം. ഈ പുരുകമില്ലേടാ, പുരുകം നല്ല തിക്കാക്കി കൊടുക്കേടാ. അറിയാമോ, ഈ ഫീച്ചേഴ്സൊക്കെ അമ്മയല്ലേ, അമ്മയ്ക്ക് കറക്റ്റായിട്ട് പിടി കിട്ടും, മനസ്സിലായേ? സ്വന്തം അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു ജോലിയാണ്. ഇത് മൊത്തം ഫീച്ചേഴ്സ് മാറ്റിയെടുത്തതല്ലേ. ഇപ്പം അമ്മമാർക്ക് കണ്ടപ്പോഴേ അറിയാൻ പറ്റത്തില്ല, നേരെ ചെല്ലുമ്പോൾ മോനെ രവി എന്താണോ നീ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കും. ഉള്ളതിൽ ഏറ്റവും വൃത്തിയായിട്ട മീശ വെച്ചാൽ മതി കേട്ടോ. രവി കുറച്ച് പെണ്ണ് കാണലൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു എപ്പിസോഡോടെ ഇവർ നടക്കാനിരിക്കുന്ന മുഴുവൻ കല്യാണം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ന്യൂസിലാൻഡ് നമ്പറിൽ വിളിക്കാറുണ്ടായിരുന്നു അമ്മേ? ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ മിനിയാത് ഫ്രൈഡേ വ്യാഴാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ 2 ദിവസത്തേക്ക് കാണത്തില്ല, ഒരു ടൂറിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിളിച്ചിട്ടില്ല? ഇല്ല. ஐயா ஏதாவது கொடுங்க ஐயா ஏதாவது கொடுங்க ஐயா, பார்த்தா ராச மாதிரி இருக்கு ஐயா, ஏதாவது தர்மம் கொடுங்க. നീ എവിടെ പോയി തമിഴൊക്കെ പഠിച്ച? ന്യൂസിലൻഡ് തമിഴായിരുന്നു. ഫ്രണ്ടില്ലേ, ഫ്രണ്ട് കുത്തി നമുക്ക് ശരിക്കും എനിക്ക് ഒന്ന് മറ്റേ ഞൊണ്ടാൻ പറ്റും. ഇങ്ങനെ നോക്കി കോച്ചിങ് ആണ്. അമ്മ എന്നാണ്, അയ്യ എന്നല്ല അവിടെ ചെന്ന് വിളിക്കേണ്ടത്. അമ്മ എന്ന് വിളിച്ചാൽ മതി. ഈ നമ്മൾ ആഹാരമൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. ആദ്യം എന്തെങ്കിലും പൈസ തരുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇപ്പം 5 രൂപ 10 രൂപ തരുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അത് നോക്കിയിട്ട് അതങ്ങ് എറിഞ്ഞു കൊടുക്കണം. അമ്മ ഒരു 100 രൂപ കൊടുങ്ങമ്മ എന്ന് പറയണം. അപ്പോൾ എന്തായാലും ഏകദേശം ഒന്നേ നിന്നെ മനസ്സിലാക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയും. അതുകൊണ്ട് നമ്മളൊന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു 2 സ്റ്റെപ്പ് നടന്നിട്ട് വീണ്ടും തിരിച്ച് ചെന്നിട്ട് പിന്നെ വിശക്കുന്നെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് ദേഷ്യം വന്നു തുടങ്ങും. അപ്പോഴും ഈ സൗണ്ട് പിടിക്കുന്ന ആ മോഡുലേഷൻ മാറിപ്പോരുത്. പിന്നെ അവിടെ വല്ല ചെടിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചവിട്ടിയിട്ട് പൊട്ടിച്ചേക്കണം. എല്ലാം ഒന്നും പൊട്ടിക്കണ്ട, ഒരെണ്ണമെങ്കിലും പൊട്ടിക്കണം. പിന്നെ ഫേസ് അധികം കൊടുക്കുകയും വേണ്ട അമ്മയ്ക്ക്. സ്വന്തം മോനാണ്, ഒരുവിധം ഏതവസ്ഥ വന്നാലും മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഇതാണിപ്പോൾ രവിയുടെ അവസ്ഥ. അപ്പോൾ നമ്മളിനി രവിയെയും കൊണ്ട് രവിയുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. രവിക്ക് നമ്മളിതാ ഇവിടെ ഒരു ക്യാമറയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിനി നേരെ ശൂരനാടേക്ക് പോകും. അപ്പോൾ അവരുടെ പിറകെ ഞങ്ങൾ വേറൊരു വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഏതാണ്ട് ഒരു 1 മണിക്കൂർ അടുത്ത് ട്രാവലുണ്ട് നമുക്ക് നമ്മുടെ രവിയുടെ അമ്മ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ഏകദേശം വീടടുത്ത് എത്താറായി. ഇപ്പോൾ നമ്മൾ രവിയുടെ വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് നമ്മളിനി രവിയെ വീട്ടിനകത്തേക്ക് പറഞ്ഞു വിടും.
ആ ആമാം ആമാം ആമാം. ഓക്കെ, അപ്പൊ റെഡിയാണ്. അപ്പൊ നമുക്ക് രവി റെഡി. പിന്നെ നിക്ക് ബാക്ക് ക്ലിയർ ആണോ എന്ന് നോക്കുക. ആദ്യം ബാക്ക് ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് പിന്നെ രവി ഇറക്കുക. രവി ഇറങ്ങി ഒരു 2 മിനിറ്റ്സ് രവി സൗണ്ട് മാക്സിമം പിന്നെ മാറ്റി പിടിക്കുക. സൗണ്ട് മാക്സിമം മാറ്റി പിടിക്കുക. ഓക്കെ, അതുപോലെ ആ ലിംബിങ് കറക്റ്റ് ആക്കുക. പിന്നെ അങ്ങ് അകത്തോട്ട് കയറരുത്. അമ്മ സ്റ്റെപ്പ് വിട്ട് വെളിയിൽ വരണം. അപ്പോഴും മാക്സിമം ഫേസ് കൊടുക്കാതിരിക്കുക. ഫ്രണ്ടിലോട്ട് എല്ലാം എടുത്തിട്ടേക്കുക. ഓക്കെ, കയറ്റി വിടട്ടെ. ഓക്കെ, എപ്പുറ സൈഡ് നിക്ക് വെയിറ്റ്. ആളുണ്ടോ നോക്ക്. ആളുണ്ട്, ബെസ്റ്റ്. അപ്പം പിന്നെ കയറ്റി വിടട്ടാ. റെഡി? അപ്പം ഷർഫേ സെക്കൻഡ് പയ്യന്മാര് ടക്കെന്ന് ഇറങ്ങിയ ഉടനെ താറയിലോട്ടങ്ങ് ഇരുന്നോ. ഇറക്കിയാണ്, ആളിറങ്ങി വരുന്നു. ഷറഫ് ഡോറടക്കി തറയിലിരിക്കാൻ പറയാൻ അടുത്ത്. രവി പോവുകയാണ്. ഞാൻ മറ്റേ ചിറ്റപ്പനെ വിളിക്കുകയാണ്. ഈ വല്യമ്മയൊക്കെ എന്തിനാണെന്നറിയാം വന്നിരിക്കുന്നത്. രവിയുടെ കൂട്ടുകാർ ന്യൂസിലൻഡിൽ നിന്ന് വരുന്നെന്നും പറഞ്ഞ് വന്നിരിക്കുക. അതാ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ എത്തും കേട്ടോ. அம்மா 10 ரூபா மட்டும் தானம்மா. அம்மா ஏதாவது கொடுங்கம்மா. அம்மா ஏதாவது சாப்பாடு கொடுங்கம்மா, பசிக்குதம்மா. அம்மா ஏதாவது கொடுங்கம்மா, பசிக்குதம்மா. அம்மா சாப்பாடு. அம்மா கொஞ்சம் தண்ணி கொடுங்கம்மா. அம்மா பசிக்குதம்மா, ஏதாவது கொடுங்கம்மா. அம்மா ஏதாவது சாப்பிட்றதுக்கு கொடுங்கம்மா. அம்மா இந்த 10 ரூபாயில் எனக்கு ஒரு சாய் கூட குடிக்க முடியாதம்மா. ஏதாவது கொடுங்கம்மா. அம்மா புடியம்மா, இது 10 ரூபாயிலே இல்லைம்மா, எனக்கு வேணாம்மா. அம்மா ஏதாவது கொடுங்கம்மா. அம்மா ஏதாவது கொடுங்கம்மா. அம்மா பசிக்குதம்மா. அம்மா ஏதாவது கொடுங்கம்மா. அம்மா ஏதாவது கொடுங்கம்மா. அம்மா ஏதாவது கொடுங்கம்மா. ஐயா ஏதாவது கொடுங்க சொல்லுங்க. ஐயா பசிக்குது ஐயா. ஒன்றும் இல்லாது கிடையாது. அம்மா அப்படி சொல்லக்கூடாதம்மா, ஏதாவது கொடுங்கம்மா. ഇവിടെ ഇല്ല ഒന്ന്. அம்மா திறக்கம்மா, அந்த கதவு திறந்து. വെള്ളം കൊടുക്കണം. அம்மா கொஞ்சம் ஏதாவது கொடுங்கம்மா. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കേക്കുമായിട്ട് രവിയുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് രവി ആരാണെന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നു. ചിലപ്പോൾ വെള്ളം കൊണ്ടുവരും തോന്നുന്നു. പറഞ്ഞോ. அம்மா சாப்பிட்றதுக்கு கூட ஏதாவது கொடுங்கம்மா, பசிக்குதம்மா.
വെള്ളം അമ്പേ അത് ആരാ നിൽക്കുന്നതെന്ന് അറിയാമോ? ഒന്ന് നോക്കിക്കേ. ആരായിരിക്കും? അമ്മ ഈ ആളിനെ അറിയാമോ? ഇതാരാണെന്ന് നോക്കിയേ. ഇതാരാന്ന് നോക്കിയേ. ഹാപ്പി ബർത്ത്ഡേ. മനസ്സിലായോ? ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അതിനായിട്ടാ വന്നേ അവിടുന്ന്. മനസ്സിലായില്ലേ? ഇന്നലെ അതാ വിളിച്ചപ്പോ പറഞ്ഞേ വിളിക്കത്തില്ല പറഞ്ഞതാ. മനസ്സിലായില്ലേ? സന്തോഷമായില്ലേ? ഞാനതാ പറഞ്ഞ നീലിമ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞതാ. അപ്പം അവരെല്ലാം ഇവരെല്ലാം രാവിലെ തൊട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ പോയിട്ടാ വരുന്നത്. മോൻ പറഞ്ഞായിരുന്നു. അറിയാം. സന്തോഷമായില്ലേ? അതെ, കുറച്ച് വെള്ളം കൊടുത്ത മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. പിങ്കുവാണ്. പിങ്കുന്റെ കൂട്ടുകാരൻ. അമ്മ ഞാനാണ്, പിങ്കുവാണ്. അമ്മയ്ക്ക് മനസ്സിലായില്ല ഇതുവരെ. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മനസ്സിലായില്ല. രവിയാണെന്നുള്ള പിടിയിട്ടില്ല അമ്മയ്ക്ക് ഇതുവരെ. അയ്യോ, അത് ഭയങ്കര അത്ഭുതമായി പോയി. കൂട്ടുകാരനാണെന്ന് വിചാരിച്ചു പറ്റിക്കാൻ വന്നത്. അമ്മേ, ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതിനു മുമ്പ് നടന്നിട്ടില്ലല്ലോ. ഇതേപോലൊരു സർപ്രൈസിന് ലൈഫിൽ കിട്ടി കാണില്ലല്ലോ. ഈ ഭിക്ഷക്കാരനായിട്ട് വന്നപ്പോ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നു? ഇല്ല. ആദ്യം വെള്ളം കൊണ്ട് കൊടുത്തു. പൈസ കൊടുത്തു ആദ്യം 10 രൂപ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു 10 രൂപയ്ക്ക് ഈ നാട്ടില് ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല, ചായ പോലും കിട്ടില്ല. രവിയുടെ അമ്മയെ കണ്ടപ്പോൾ രവി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലായി. അത് എനിക്ക് കരച്ചിൽ വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരയത്തില്ല എന്ന് വിചാരിച്ചു വന്നതാണ്, പക്ഷെ കരഞ്ഞു പോയി. ഈ ഒരു അവസരം ഒരുക്കി തന്ന മനോരമ ചാനലിനും പിന്നെ പ്രിയപ്പെട്ട എല്ലാ മനോരമ ടീം അംഗങ്ങൾക്കും പിന്നെ സാബു ചേട്ടനും എൻ്റെ നന്ദിയുണ്ട്. അതേപോലെ തന്നെ എന്നെ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഓക്ലാൻഡിലെയും വെല്ലിംഗ്ടണിലുള്ള ഫ്രണ്ട്സും പിന്നെ ജോൺ വർഗീസ് അങ്കിളും ഫാമിലിയാണ്. അപ്പോൾ അവർക്കും എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു. രവിശങ്കറിന്റെ അമ്മയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കലാണ്. ഇതുപോലൊരു ബർത്ത്ഡേ ഇനി വരാനില്ല. ഞങ്ങൾ ആഘോഷിച്ചിട്ടുമില്ല അങ്ങനെ. ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കാറോ ഇല്ലാത്ത ആളാണ്. അപ്പോൾ ആദ്യത്തെ ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആഘോഷമാണ്. അമ്മയുടെ ഒന്നാം പിറന്നാളാണെന്ന്. അമ്മയുടെ ഒന്നാം പിറന്നാളാണെന്ന്. പിടിച്ച് കട്ടേക്ക്. നേരത്തെ രവിക്ക് വെച്ചോട്. കൈ വെച്ചെടുത്തോ അമ്മേ. പിടിച്ചെടുത്തോ. എടുത്ത് രവി എടുത്ത് അമ്മയ്ക്ക് വെച്ചു. അപ്പൊ കുറച്ച് കഴിച്ചോളാം. വെച്ചേരാ. ഹാപ്പി ബർത്ത്ഡേ. ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ. ഇതാ അമ്മയ്ക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ്. അമ്മ മലാലയുടെ ബുക്ക്. ഏറ്റവും നല്ലത് അമ്മയ്ക്ക്. അപ്പോ ടേക്ക് ഇറ്റ് ഈസിയുടെ ഒരു സമ്മാനം വേണ്ടേ?
അതിങ്ങനെ മോന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടാതെ ടേക്ക് ഇറ്റ് ഈസിയുടെ ഒരു സമ്മാനം. ആ 3 ബുക്കും തന്നെ. ആദ്യം ഇരിക്കുന്നത് ഐ ആം മലയാളം. ഇത് റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെലൂഷൻ. വായിച്ചിട്ടില്ല, അമ്മയ്ക്ക് അറിഞ്ഞൂടാ. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഗോഡ് ഡെലൂഷൻ ബുക്ക് കൊടുക്കുന്നത്? അമ്മ കുറച്ച് നാളായിട്ട് എന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഈ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ അമ്പലങ്ങളിൽ പോവുക, അമ്പലങ്ങളിലൊക്കെ പോകുന്നത് കൂടി, അമ്പലങ്ങളിൽ കൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്കൊരു നല്ലൊരു ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്നുള്ളത് ഗോഡ് ഡെലൂഷൻ ആണ് എന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടാണ് ഞാൻ ഈ ബുക്ക് കൊടുത്തത്. നിരീശ്വരവാദത്തിന്റെ അങ്ങറ്റം ഒരു ബുക്കാണ്. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ആള് ഒരു അറിയപ്പെടുന്ന എന്താ ഒരു atheist ആണ്. അപ്പൊ അമ്മയുടെ അമ്പലത്തിൽ പോക്ക് നിർത്താൻ വേണ്ടിട്ട് ഒരു ന്യൂസ് അതാണ് സത്യം. അമ്മ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു രവിയുടെ? പിച്ചക്കാരനോട്ടുള്ള അഭിനയം ഒരു ശരി, ഓക്കെ അമ്മേ. അപ്പോ താങ്ക് യു വെരി മച്ച് രവി. ഇനിയിപ്പം ഇരുന്ന് അമ്മയായിട്ട് കുറെ സമയം ചെലവഴിക്കുക. ഇനി ഇവിടെ ഇരിക്കുന്നതും വലിയ പേടിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ചായ കുടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ചായ കുടി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെരി ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ഓക്കെ, ബൈ. Take it easy.